നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇരുമ്പ് ഷീറ്റ് തലയിൽ വീണ യുവതിക്ക് രക്ഷയായി ഹെൽമറ്റ്. തലനാഴിലേക്ക് വൻ ദുരന്തമൊഴിവായതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ചങ്ങരംകുളം ടൗണിലെ കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഷീറ്റ് അതിന്റെ ഫ്രെയിമോടുകൂടിയാണ് മുകളിൽ നിന്നും യുവതിയുടെ തലയിൽ വീണത്. തൊട്ടടുത്ത കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തന്റെ സ്കൂട്ടിയിൽ കയറിയിരുന്ന ഹെൽമറ്റ് തലയിൽ വെച്ച സമയത്തായിരുന്നു 20 അടിയോളം ഉയരമുള്ള കെട്ടിടത്തിൽ നിന്നും കനം കൂടിയ ഇരുമ്പ് ഷീറ്റ് യുവതിയുടെ തലയിൽ വീണ് നിലത്ത് പതിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് ഷീറ്റ് എടുത്ത് മാറ്റിയത്. തലയിൽ ഹെൽമറ്റ് ഉണ്ടായതുകൊണ്ട് യുവതി പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. CCTV ന്യൂസ് തൃത്താല. കുമ്പിടി മണ്ണിയം പെരുമ്പലം പഴയ സ്റ്റേറ്റ് ബാങ്കിന് സമീപം കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ഞായറാഴ്ച പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് സംഭവം. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശവും വൈദ്യുത പോസ്റ്റും തകർന്നു. പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുത തടസ്സവും നേരിട്ടു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ഇന്ന് പട്ടാമ്പി മണ്ഡലത്തിൽ വല്ലപ്പുഴയിൽ നിന്നുമാണ് പര്യടനം തുടങ്ങിയത്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഞായറാഴ്ച പട്ടാമ്പി മണ്ഡലത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. രാവിലെ വല്ലപ്പുഴയിലായിരുന്നു പര്യടനം ആരംഭിച്ചത്. വല്ലപ്പുഴ, കുറുവട്ടൂർ, ചുരക്കോട് ഭാഗങ്ങളിൽ രാവിലെ 8 മണി മുതൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടങ്ങി. ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്ത് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയാണ് നടത്തി വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ 8ആയി വിഭജിക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമുണ്ട്. ഇന്ത്യയെ 8 കഷ്ണങ്ങളാക്കുക. സോവിയറ്റ് യൂണിയനെ തകർത്തതുപോലെ അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുന്ന നമ്മുടെ രാജ്യത്തെ തകർക്കുക. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഗൂഢാലോചനകളുണ്ട്. ഞാൻ വിശദമായി പോകുന്നില്ല. ബഹുരാഷ്ട്ര കമ്പനികൾ, കുത്തക മുതലാളിമാർ സ്ഥാപിത താല്പര്യം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഒരു ശക്തമായ ഭരണകൂടമല്ലെങ്കിൽ ഈ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള പ്രവർത്തനം നടത്തിയാൽ അത് ആ തരത്തിലുള്ള ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ഗുണപ്രദമാകും. അപ്പോൾ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി എന്നൊക്കെ വേർതിരിച്ച് വിഭാഗീയത ഉണ്ടാക്കുന്നതിന് പിന്നിൽ വലിയ ഗൂഢമായ ഉദ്ദേശമുണ്ട്. RSSന്റെ അജണ്ട പോലെ, BJPയുടെ അജണ്ട പോലെ വെറും ഒരു ഹിന്ദു രാഷ്ട്രമല്ല. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദുക്കളെ വരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരിന്, അവരോടൊന്നും ഒരു നീതിയും പുലർത്താത്തൊരു സർക്കാരിന് 10 വർഷമായി രാജ്യം ഭരിച്ചിട്ട് സാധാരണക്കാരൻ്റെ ജീവിതം എന്താണെന്ന് വിശദമായി പഠിക്കാതെ ധനകാര്യ മാനേജ്മെൻ്റൊക്കെ തകർത്ത് മുന്നേറുന്നത് വലിയ ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ്. പാവപ്പെട്ടവൻ്റെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവൊക്കെ വെച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് 135 കോടി ജനങ്ങളെ മൊത്തം കൊള്ളയടിക്കുകയാണ്. അതിലൊരു ജാതിയില്ല, മതവുമില്ല. ഈ വിഭാഗീയത ഉണ്ടാക്കുന്നത് മുഴുവൻ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടിയാണ്. വല്ലപ്പുഴ പഞ്ചായത്തിലെ സ്വീകരണത്തിന് ശേഷം ഓങ്ങല്ലൂർ, പട്ടാമ്പി നഗരസഭ, മുതുതല തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. UDF നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം UDF വരവൂർ ഗ്രാമപഞ്ചായത്ത് പൊതുസമ്മേളനവും റാലിയും നടത്തി. രാമൻചിറ ഭാഗത്തുനിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റാലി തളി സെന്ററിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ AA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ കമറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. അമീർ, രാജൻ, ഷാനവാസ്, മുഹമ്മദ്, മോഹനൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ജയിച്ചാൽ വൈരക്കല്ല് കൊടുക്കും, കർത്താവിന് കൈക്കൂലി. അഭിനയം സിനിമയിൽ മതി, ജീവിതത്തിൽ വേണ്ട എന്നാണ് ഇന്ന് തൃശ്ശൂരുകാർ ഒന്നടങ്കം പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി പൂരം വരെ കൊളാക്കി. ഇന്ന് രാവിലെ എപ്പോഴാ പടക്കം പൊട്ടി നേരം പുലർന്നിട്ട് 7 മണിക്ക് എല്ലായിടത്തും പോയി കുഴപ്പമുണ്ടാക്കുക. പട്ടാമ്പി മണ്ഡലത്തിൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ റോഡ് ഷോ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വിളയൂർ മുതൽ ഓങ്ങല്ലൂർ വരെയായിരുന്നു റോഡ് ഷോ സംഘടിപ്പിച്ചത്. അവശരുടെയും ആലംബഹീനരുടെയും ആവലാതികൾ ആമുഖമില്ലാതെ അറിയുന്ന വിജയരാഘവൻ നമ്മളിൽ ഒരാളായി നമ്മോട് ചേർന്ന് നിൽക്കുവാൻ
പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ റോഡ് ഷോയാണ് കഴിഞ്ഞ ദിവസം പട്ടാമ്പി മണ്ഡലത്തിൽ നടന്നത്. വിളയൂരിൽ നിന്നുമായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത്. വിളയൂർ മുതൽ ഓങ്ങല്ലൂർ സെന്റർ വരെയായിരുന്നു റോഡ് ഷോ സംഘടിപ്പിച്ചത്. LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടിയായിരുന്നു റോഡ് ഷോ. മുഹമ്മദ് മോസിൻ MLA, NP വിനയകുമാർ, TK നാരായണദാസ്, T ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും റോഡ് ഷോയെ അനുഗമിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ വിജയത്തിനായി LDF വരവൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. വരവൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വരവൂർ വളവിൽ സമാപിച്ചു. വാദ്യമേളങ്ങൾ പ്രകടനത്തിന് അകമ്പടിയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. BJPയുടെ ഗ്യാരണ്ടി എന്ന് മാത്രം പറയുന്നില്ല, മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്തുമാത്രം അഹങ്കാരമാണ്, എന്തുമാത്രം ഫാസിസ്റ്റ് ആകണം ഒരു മനുഷ്യൻ എന്നുള്ളതിന്റെ സൂചനയാണ്. ഞാൻ 3-ാം വട്ടവും ഇന്ത്യയിൽ അധികാരത്തിൽ വരും, മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കും എന്ന് പറയുന്നത്. ഏതാ നടപ്പാക്കിയത്? വരവൂരിന് കാർഷിക പ്രാധാന്യമുള്ള രാജ്യമല്ല. ഈ രാജ്യത്തെ കൃഷിക്കാരെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നടപടി BJPയുടെ ഭാഗത്തുനിന്നുണ്ടായോ? നമ്മുടെ നാട് കൃഷിക്കാർ ഇപ്പോൾ സമരത്തിലാണ്. ഇപ്പോഴും ഹരിയാനയിലെ കൃഷിക്കാർ സമരത്തിലാണ്. സമരം ചെയ്യുന്ന കൃഷിക്കാർ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അള്ളു വയ്ക്കുന്ന പണി, ആണി റോഡിൽ അടിക്കുന്ന പണിയാണ് BJP ചെയ്തത്, ഗവൺമെന്റ് ചെയ്തത്. മാണി കോൺഗ്രസ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. LDF തെരഞ്ഞെടുപ്പ് കൺവീനർ KK ബാബു, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ KV നഫീസ, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, CPM ലോക്കൽ സെക്രട്ടറി KM നൌഫൽ, CPI ഏരിയ സെക്രട്ടറി P. ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപു പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK യശോദ, ബാങ്ക് പ്രസിഡന്റ് VG സുനിൽ, വിമല പ്രഹ്ലാദൻ, PS പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പൊന്നാനി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ തൃത്താല മണ്ഡലത്തിൽ പര്യടനം നടത്തി. കാലത്ത് 7:30 പരുതൂരിൽ നിന്നും ആരംഭിച്ച മണ്ഡല പര്യടനം 35 കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ഉച്ചയ്ക്ക് തൊഴുക്കരയിൽ സമാപിച്ചു. വ്യാപാരികളെയും നാട്ടുകാരെയും നേരിൽ കണ്ട് വോട്ട് തേടിയായിരുന്നു KS ഹംസയുടെ പര്യടനം. ഓട്ടോ ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ, മത്സ്യവിൽപ്പനക്കാർ, ബസ് കാത്തിരിക്കുന്നവർ തുടങ്ങിയവരെയെല്ലാം സ്ഥാനാർത്ഥി നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. VK ചന്ദ്രൻ, TP മുഹമ്മദ് മാസ്റ്റർ, MTP കുഞ്ഞുണ്ണി, MK പ്രദീപ്, കരീം തുടങ്ങിയ നേതാക്കളും സ്ഥാനാർത്ഥിയെ പര്യടനത്തിൽ അനുഗമിച്ചു. ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ദുർബലർക്ക്, പതിതർക്ക്, മർദ്ദിതർക്ക് വേണ്ടി സധൈര്യം യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ പാവങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വോട്ട് നിർവഹിച്ച് എനിക്ക് വലിയ തോതിൽ എന്നെ ആദരിച്ച് വിജയിപ്പിച്ച് അയക്കണമേ എന്ന് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ വിജയത്തിനായി വള്ളത്തോൾ നഗർ LDFന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടന്നു. സ്ത്രീകളടക്കം നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുൻവശമുള്ള ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം CPM സംസ്ഥാന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കേശവൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ KK മുരളീധരൻ, PA ബാബു, KV നഫീസ, ശ്രീകുമാർ, അരുൺ കാളിയത്ത്, KM യൂസഫ്, സുബീഷ്, KP അനിൽ തുടങ്ങിയവർ സംസാരിച്ചു.
എം സുലൈമാൻ സ്വാഗതവും ഷെയ്ഖ് അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗാനമേളയും നടന്നു. പള്ളിക്കൽ സ്വദേശിയായ 5ാം ക്ലാസ്സുകാരി ഐഷ മെഹറിന്റെ ഗാനാവതരണവും ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് നടന്നു. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടെടുപ്പ് യന്ത്രങ്ങളായ EVM മെഷീനുകളുടെ കമ്മീഷനിംഗാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. സംസ്ഥാനത്തെ 25,231 ബൂത്തുകളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമനമ്പർ, സ്ഥാനാർത്ഥികളുടെ പേര്, ഫോട്ടോ, ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും VVPAT സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ VVPAT മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മീഷനിംഗ്. ഇതോടെ ഓരോ ബൂത്തുകളിലേക്കുമുള്ള EVM കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT എന്നിവ വോട്ടെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു. സംസ്ഥാനത്തെ 140 കേന്ദ്രങ്ങളിലാണ് കമ്മീഷനിംഗ് നടന്നത്. തൃത്താല, പട്ടാമ്പി മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു നടത്തിയത്. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന ഏജന്റ്, ജില്ലയിലേക്ക് അനുവദിച്ച ബെൽ എഞ്ചിനീയർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വരണാധികാരിയുടെ നേതൃത്വത്തിൽ കമ്മീഷനിംഗ് നടന്നത്. ബാലറ്റ് സെറ്റ് ചെയ്ത ശേഷം ഓരോ EVM-ലും ഓരോ വോട്ട് ചെയ്ത് മെഷീന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്തു. തുടർന്നാണ് ഇവ സീൽ ചെയ്തത്. ശേഷം ഓരോ അസംബ്ലി സെഗ്മെന്റിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നും റാൻഡമായി തിരഞ്ഞെടുക്കുന്ന 5% EVM-കളിൽ 1000 വീതം വോട്ട് രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുന്നുണ്ട്. തുടർന്നാണ് EVM-കൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത്. സ്ട്രോങ് റൂമുകളിൽ വരച്ചിട്ടുള്ള നിശ്ചിത കള്ളിയിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുന്നത്. ഇങ്ങനെ സൂക്ഷിക്കുന്ന മെഷീനുകളാണ് വോട്ടെടുപ്പിന് തലേന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്. EVM-കളുടെ കമ്മീഷനിംഗ് പ്രക്രിയ പൂർണ്ണമായും വെബ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇട്ടോണം ശ്രീ കുണ്ടുകുളങ്ങര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മാതൃസമിതി അംഗമായ മെറ്റത്ത് ലക്ഷ്മിക്കുട്ടിയമ്മയെ ആദരിച്ചു. മാതൃസമിതിയും ക്ഷേത്ര കമ്മിറ്റിയും സംയുക്തമായാണ് ആദരിച്ചത്. കമ്മിറ്റി സെക്രട്ടറി വിജയചന്ദ്രൻ, ട്രഷറർ രാമകൃഷ്ണൻ, കമ്മിറ്റി ഭാരവാഹികളായ ബാലൻ മാസ്റ്റർ, രാമനുണ്ണി നായർ, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കക്കാട്ടിരിമല ധർമ്മഗിരിയിൽ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. ശങ്കരത്ത് വളപ്പിൽ നിജിൻ ആണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. കാലത്ത് 8 മണിയോടെ യുവാവ് വീടിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തത കൈവരികയുള്ളൂ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് ഞായറാഴ്ച കൊടിയേറി. രാവിലെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പെരുന്നാൾ കൊടിയേറ്റം നടത്തി. ഏപ്രിൽ 27, 28 ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷം. 27 വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, 28 രാവിലെ വിശുദ്ധ കുർബാന, പെരുന്നാൾ സന്ദേശം, പ്രദക്ഷിണം, സ്നേഹവിരുന്ന് എന്നിവ നടക്കും. പെരുന്നാൾ കൊടിയേറ്റത്തിന് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കൂറ്റനാട് ബ്ലോക്ക് ഓഫീസിന് സമീപം യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ കക്കൂത്തുപടി ചങ്ങൻ ദേവകി ദമ്പതികളുടെ മകൻ ജിജു ആണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. വൈകിട്ട് 4 മണിയോടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഉഷ ഭാര്യയാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.